ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ പോവുക. ഇന്ന് നിങ്ങളുടെ മേൽ ആ ഷിഫ്റ്റ് ഉണ്ടാകണം. ഹാർസറോ നാർസറോ റസറോ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ ഒരിക്കൽ ഒരു ഏഞ്ചലിനെ വിസിറ്റ് ചെയ്തതാണ്. അതിനുശേഷം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ കാണുന്ന സ്വപ്നം അങ്ങോട്ട് പറയുമല്ലേ ചെയ്യുന്നേ. അതിൻ്റെ കാരണം അന്നു മുതൽ അത് ആരംഭിച്ചതാണ്. എൻ്റെ ആഗ്രഹം നിങ്ങൾക്കും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ വരം ഉണ്ടാകട്ടെ. ഇന്ന് എൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാന താല്പര്യം ഒരു ഇമ്പാർട്ടേഷനാണ്. ഒരു പകർച്ച ഉണ്ടാകണം. നിങ്ങൾ ഇന്നു മുതൽ ദർശനങ്ങൾ കാണാൻ തുടങ്ങണം. നിൽക്കുന്നവരാ കാര്യങ്ങളൊന്ന് ഉയർത്തി മെല്ലെ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താട്ടെ. റിസീവ് യുവർ പോർഷൻ. Receive your portion. Lankosiniantalo. Receive your portion. എന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ, എൻ്റെ കൂടെ ഉള്ള ക്യാമറമാൻ, മ്യൂസിക് വർക്കേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിക്സർ ഓപ്പറേറ്റേഴ്സ്, എല്ലാവരും ഇന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. I know a spiritual atmosphere is here. A great atmosphere is here. Hasara. ആ പ്രസൻസിനെ എക്സ്പീരിയൻസ് ചെയ്തേ. നിങ്ങൾക്ക് ആ കൈ ഒന്ന് ഉയർത്തിയാലേ ആ കൈകളിൽ ആ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനൊരു ടാഞ്ചിബിൾ പ്രസൻസ് ആൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കൈകളിൽ തൊടുന്ന കർത്താവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. റിസീവ് ഇറ്റ്. സൗരങ്ങളെ, ദൈവം നൽകുന്ന ഏറ്റവും പ്രധാനമായ വരം പണമല്ല, സമ്പത്തല്ല, തൻ്റെ ആത്മാവിലൂടെ തൻ്റെ ആത്മീയ അനുഭവങ്ങളാണ്. അത് വാല്യുബിൾ. അത് എത്രത്തോളം വാല്യുബിളാന്ന് നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഒരു രാജ്യത്തെ തന്നെ നേടാൻ പറ്റും. ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ജോസഫിനെ ആക്സസ് ചെയ്തത്. ഞാൻ ഉറപ്പായിട്ട് പറയുക, ഇന്ന് നിങ്ങൾ ചിലർ കൊട്ടാരത്തിലേക്ക് കടക്കപ്പെടുക. It is a time. This is a time. Kartokura Rekolotono Ranioko. മഹിമയുള്ളൊരു മേഘം ഇതിന്റെ മുകളിലുണ്ട്. ഈ സ്ഥലത്തിന് നിറം മാറുന്നു. അഭിഷേകത്താൽ വ്യക്തികൾ നിറയുന്നു. The power of the Holy Spirit. The experience now. എന്നോട് കർത്താവ് പറഞ്ഞു, ജോണേ, നിന്റെ ജനം വെളിപ്പാടുകളിലൂടെ സ്വപ്നങ്ങളിലൂടെ അടുത്തൊരു ലെവലിലേക്ക് വരുന്നത് വരെ നീ എൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന്. ഞാൻ 25 കൊല്ലമായി ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട്, 22 കൊല്ലമായി സഭ ആരംഭിച്ചിട്ട് എന്നോട് ആദ്യമായിട്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അതിന്റെ അർത്ഥം കർത്താവിന് എന്തോ ഈ രാജ്യത്ത് ചെയ്യാനുണ്ട്. കർത്താവിന് എന്തോ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്. Lord, thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. Langono rotana rasio. ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹോരോമ ഉണ്ടാകട്ടെ. മാറ ഉണ്ടാകട്ടെ. ഹോസാന ഹോസ ഉണ്ടാകട്ടെ. ഹോസന ഉണ്ടാകട്ടെ. ഹോ ഉണ്ടാകട്ടെ. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ജനം വരട്ടെ. എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ വെളിപ്പാടിൽ ഒരു ദൂതൻ വന്ന് സംസാരിച്ചു.
സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ക്രോള്, ചില എഴുതിയ ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു സ്ക്രോള് അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുത്തു. വെളിപ്പാടിലാണ്. പക്ഷെ ആ വെളിപ്പാട് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അക്ഷരീകമായ ഒരു സ്ക്രോൾ ഇരിപ്പുണ്ടായിരുന്നു. എന്നോട് ആ സുഹൃത്ത് എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ അങ്ങൊരു പ്രതലം ഞങ്ങൾക്ക് ഓപ്പൺ ആകണം. ദിനകരൻ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു, തൻ്റെ വീടിന് ക്രിസ്മസിന്റെ സെലിബ്രേഷന് വേണ്ടി കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ പകരം ആ ട്രങ്ക് പെട്ടിക്കകത്ത് പൈസ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. താൻ തുറന്നു നോക്കിയപ്പോൾ അന്ന് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് 10,000 രൂപ പുതിയ നോട്ട് അതിനകത്തുണ്ടായിരുന്നു. ഐ ബിലീവ് ഇറ്റ്. ഞാൻ ഇനി പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ആത്മമണ്ഡലത്തിലുള്ളത് നമ്മൾ പലപ്പോഴും വിഷനുകളിലും ദർശനങ്ങളിലുമാണ് കാണുന്നത്. എന്നാൽ അടുത്തൊരു ആത്മീയ തലം, അതിന് മാറ എന്നും ഹൊറോമ എന്നും വിളിക്കുന്നത്, അടുത്ത പ്രതലെന്ന് പറയുന്നത് ആ ആത്മതലത്തിലുള്ളത് ഭൗമതലത്തിൽ കണ്ണുകളിൽ കാണാൻ പറ്റും. ഞാൻ കണ്ണിൽ ദൂതനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദർശനമല്ലാത്തൊരു കാലം വരും. എനിക്ക് സോളിയെ കാണുന്ന പോലെ ഏഞ്ചൽസിനെ കാണാം. അതിനെ ഹൊറോമ അല്ലെങ്കിൽ മാറ എന്ന് പറയുന്ന ആത്മപ്രതലമാണ്. അങ്ങൊരു സീസണിലേക്ക് നമ്മുടെ സഭയെ ദൈവം കൊണ്ടുവരുക. യേശു യേശു നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ദൂതന്മാരെ കണ്ടാട്ടെ, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടാട്ടെ. ചിലർ സ്വർഗത്തിലെ പാട്ടുകൾ ഈ ഭൂമിയിൽ എഴുതും. ചിലർ സ്വർഗത്തിലെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംസാരിക്കും. ചിലർ സ്വപ്നങ്ങളിലൂടെ നാളെ സംഭവിക്കാനുള്ളത് വിളിച്ചു പറയും. അത് സാധാരണ കാര്യമായി സഭ അനുഭവിക്കും. സ്വപ്നങ്ങളും ദർശനങ്ങളിലും നയിക്കപ്പെടുന്ന കൊരിന്തിലെ സഭ പോലെ ഈ സഭ ആകപ്പെടും. ഇതിനകത്ത് പ്രവചിക്കുന്നവർ സാധാരണമാകും, ദർശനം കാണുന്നവർ സാധാരണമാകും, അത്ഭുതങ്ങൾ സാധാരണമാകും. You will walk in the heavenly experience. സ്വർഗീയ നന്മകളിൽ, സ്വർഗീയ അനുഭവങ്ങളിൽ നിങ്ങൾ നടക്കാൻ പോകുന്നു. കർത്താവേ, ഞാൻ ഈ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ സിറ്റിയുടെ ആരംഭ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതിന് നന്ദിയാപ്പാ. എൻ്റെ ഫണ്ട് ഉണ്ടായി വരുന്നതിന് നന്ദിയാപ്പാ. We believe supernatural Lord. കർത്താവേ, സമ്പത്തിൻ്റെ ഏഞ്ചൽസിനോട് ഞങ്ങൾ ഇങ്ങനെ കൽപ്പിക്കുന്നു. ഈ വരുന്ന മാസങ്ങൾ ഫെബ്രുവരി, മാർച്ച്, അത് കഴിയുന്നതിനേക്കാൾ മുമ്പ് അതിനുള്ള വാങ്ങാനുള്ള മുഴുവൻ ഫണ്ടും അവിടെ പണിയാനുള്ള ഫണ്ടും റിലീസ് ചെയ്യുന്നു. Bring it now. എൻ്റെ സുഹൃത്ത് ഒരിക്കലൊരു ശുശ്രൂഷകനുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി വിശന്നു അല്ലെങ്കിൽ ദാഹിച്ചു. അവർക്ക് കടകളൊന്നും ഇല്ല, ടൗണിനോട് അടുക്കുകയാണ്, കടകൾ ക്ലോസ് ചെയ്തിരിക്കുക, ഉച്ച സമയമായിരുന്നു, മരുഭൂമിയിലാണ്. അതേ സമയത്ത് ആ ദൈവവൃത്തിനോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കഴിയുമ്പോൾ ആരോ കാറിൻ്റെ ഗ്ലാസ് മുട്ടുന്നു. ഒരു പ്രായമുള്ള സ്ത്രീ, അവരുടെ കയ്യിൽ 5 ജ്യൂസ് ഉണ്ട്. അവർ ചോദിക്കുന്നു, ജ്യൂസ് വേണോ? അവർ പ്രാർത്ഥിച്ചത് ഓറഞ്ച് ജ്യൂസിന്. ഇവർക്ക് ആശ്ചര്യമായി തോന്നി. പക്ഷേ അതെങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ വന്നേ ഇവിടെ?
അവരാകെ ആശ്ചര്യപ്പെട്ടു. വില ചോദിച്ചു. അപ്പോൾ അവർ 4 ജ്യൂസിന് ഇന്ന വില, 5 ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വില, 3 ജ്യൂസിൻ്റെ വില. 3 ജ്യൂസിന് $1 പറഞ്ഞു. അങ്ങനെ $1 3 ജ്യൂസ് മേടിച്ചു. 2 പേരേ ഉള്ളൂ. ജ്യൂസ് വന്നിട്ട് ഒരു ജസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ ഈ പണം അവർ കൊണ്ടുപോയി എങ്ങനെയാ? നോക്കുമ്പോൾ അവർ കൊടുത്ത പൈസ അവരുടെ കാറിൻ്റെ മുകളിലിരിക്കുന്നു, അല്ലെങ്കിൽ കാറിൻ്റെ അകത്തിരിക്കുന്നു. ഇത് കഥകളല്ല. നിങ്ങൾ ചോദിക്കുന്നത് ദൂതന്മാർ നിങ്ങളുടെ കൈകളിൽ തരുന്ന സാധാരണ കാര്യമായി വരാൻ പോകുന്നു. എനിക്കൊരു ഏഞ്ചലിനെ കാണാം. ആ ആള് വെളിപ്പെട്ടാൽ തീ അറിയാം. തീ കൊണ്ടായിരിക്കും ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. തീ പോലെ പൊള്ളുന്ന സാന്നിധ്യം വെളിപ്പെടട്ടെ. Now in Jesus. Fire. Jakato lo roko sina barano. Re doro sinialoko. Chani andala karaba hasali andala karaba. Randali andala karaba shoro koroni andala ba. Radhali andala. ഇന്ന് പകൽ മുതൽ ഇവർ സ്വപ്നങ്ങൾ കാണട്ടെ. ഒരു സ്വപ്നത്തിന് ഒരു രാജ്യത്തെ തൊടാൻ കഴിയും. സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിക്കുന്നത് അധികാരങ്ങളിലൂടെയല്ല, സ്ഥാനമാനങ്ങളിലൂടെയല്ല. ദൈവത്തിന് അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു സ്വപ്നം, ദാനിയേലിന്റെ പുസ്തകം പറയുന്നത് ആ രാജ്യം ഒരു നിമിഷം കൊണ്ട് ഒരു സ്വപ്നം കൊണ്ടാണ് തിരിഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ടീനലിനോട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകന്റെ കാര്യം, പേര് മറന്നു, എന്തുകൊണ്ടാ പ്രവാചകന്റെ പേര്? ഷോൺ ബോൾസ് എന്ന് പറഞ്ഞൊരു ദിവാസിനെ കുറിച്ച് പറയുമായിരുന്നു. അദ്ദേഹം പോയി ഒരു രാജ്യത്തിൻ്റെ ക്രൂരനായ ഒരു നേതാവിനോട്, സൈന്യ നേതാവിനോട് ഒരു ദൂത് പറഞ്ഞ ദൂത് ഇങ്ങനെയാ. ആ സൈന്യത്തിൻ്റെ സീക്രട്ട് കോഡ്സ്, അതിലെ 6 അക്കമുള്ള സീക്രട്ട് കോഡ് അദ്ദേഹം സംസാരിച്ചു. സൈനിക മേധാവിയും അദ്ദേഹം ഞെട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് അടുത്ത വാരം പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മോള് നശിച്ചു പോയതിനുള്ള കാരണം നിങ്ങളാണെന്നാണ്. എന്നാൽ നിങ്ങളല്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. അയാൾ ആർത്ത് കരഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടില്ല വീഡിയോ, ടീനിൽ പറഞ്ഞു കേട്ടറിവോ. അദ്ദേഹം ആ സമയം റിപ്പൻറ്റ് ചെയ്യാനിടയായി, മാനസാന്തരപ്പെട്ടു. ഒരു നമ്പർ പറഞ്ഞാൽ മതി ആളുകൾ തിരിയാൻ, ഒരു രാജ്യം തിരിയാൻ. നിങ്ങളിൽ അതുണ്ടാകട്ടെ. ഒറ്റ സ്വപ്നത്തിന് ഒരു രാജ്യത്തെ കീഴ്മേൽ മറിക്കാം. എനിക്ക് അധികാരവും സ്ഥാനവും ഒന്നും വേണ്ട. ഒരു സ്ഥലത്തു നിന്ന് രാജപദവിയിലേക്ക് എത്താൻ ഒരു സ്വപ്നം മതി. ദൈവം അങ്ങനെയാ ചെയ്യുന്നേ. ദൈവത്തിന്റെ രീതികൾ അതാണ്. ഒരു ദർശനം, ഒരു സ്വപ്നം, ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന്റെ വാല്യൂ നിങ്ങൾ എത്ര കൊടുത്താലും മതിയാവത്തില്ല. സൗരങ്ങളെ, ഇന്ന് നിങ്ങൾ വീടുകളിൽ പോയി നിങ്ങൾ ചെയ്യേണ്ടത് മനഃപൂർവ്വമായി പ്രസൻസിനെ റിസ്റ്റോർ ചെയ്യണം. നിങ്ങൾ കർത്താവുമായി നടന്നവരാണ് എങ്കിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ റിസ്റ്റോർ ചെയ്യണം. നിങ്ങൾ എവിടെയെങ്കിലും ആ ഫെലോഷിപ്പ് നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. ഞാനിന്ന് പ്രസംഗിച്ചതുപോലെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളാകും. ശത്രുക്കൾ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ പകയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് കൊണ്ട് തരും. This is our season. This is our time. Thank you, Holy Spirit. Thank you, Holy Spirit. Lord, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ, ഇവരുടെ മേൽ നീ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി. In Jesus' name.